പിന്നെ ഇതിനകത്ത് നമുക്ക് ഗ്രിഡ് നോക്കി പ്ലാൻ ചെയ്ത് വേണമെങ്കിൽ പോവാം. ഇപ്പോൾ ഗ്രിഡ് ഉണ്ട്, ഗ്രിഡ് അവൈലബിൾ ആണോ എന്ന് അറിയാൻ പറ്റും. ചാർജിങ് നടക്കുവാണ് ഇതിവിടെ ഇപ്പം നമുക്ക് അത് കാണിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഇങ്ങനെ എല്ലാ സ്റ്റേഷനും അറിയാം. ഇത് കമ്പനി ചാർജർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ കാണിക്കും, ഏതർ തന്നെ. വേറെ തേർഡ് പാർട്ടി പോലെ വെളിയിലുള്ള ആപ്പൊന്നും വേണ്ട. അപ്പോൾ ഇത് എല്ലാവരുടെയും സാധനമുണ്ട്. നമ്മളിവിടെ പോയാലും കേറ്റുമാർ കോട്ടയത്ത് കണ്ടില്ല, ഇത്രേ ഏരിയ കിടക്കുക. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എവിടെയും ചാർജ് ചെയ്യാൻ സമയം എടുക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ പ്രശ്നം. അതെ അതെ, അതായത് നോർമൽ വണ്ടിയാണ് നമുക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ല, ഇത്രയും ചാർജസ് കിടക്കുക. എല്ലാം ഇവിടെ പോയാലും ചാർജർ ഉണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും കൺഫ്യൂഷനാണ് ഏത് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതും ഏതറിന്റെ വണ്ടികളാണ്. ഏതറിന്റെ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക് തന്നെയാണ് അതിന്റെ ഒരു പ്രധാന റീസൺ. അപ്പോൾ ഏതർ 450X ഹോൾഡ് ചെയ്യുന്ന ഒരു ഓണർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. ഏതറിന്റെ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്കിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇത് ഇതെങ്കിലും ലൊക്കേഷൻ ഇട്ടാൽ മാത്രം മതി, നേരെ അങ്ങോട്ട് പോകും. ഇവിടെ വേറെ ഓപ്ഷൻ ആണെങ്കിൽ ഇതിനെ നോക്കുക. പിന്നെ ഇത് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആപ്പില് വണ്ടിയിൽ വേണം ചെയ്യാം. ഇപ്പോൾ ആപ്പിൽ നമുക്ക് ശരിക്കും ഏതൊരു ഒരു സ്ഥലത്ത് ഇപ്പോൾ കറണ്ട് ഒരു 47% ഉള്ളൂ. ഈ മോഡിൽ 41. നമുക്ക് പോകണമുണ്ട്. ഇപ്പോൾ ഞാനൊരു ഏരിയ പോകണമുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം കൊല്ലം അല്ല, ഇപ്പോൾ കോട്ടയം കൊടുക്കുന്നു. കോട്ടയം കൊടുക്കുമ്പോൾ ഇത് ഇവിടെ ഇത് ആ സൈഡ് ഗ്രിഡ് ഇല്ല, അതുകൊണ്ടാണ്. ഇപ്പൊ കറണ്ട് സ്റ്റേറ്റിൽ ആ റൂട്ടിൽ പോകാൻ ഇവിടെ ഓൾറെഡി ചാർജ് ഇല്ലെന്നുള്ളത് വണ്ടി തന്നെ കാണിക്കും. നമ്മുടെ ഈ പറഞ്ഞ 41% മനസ്സിലാക്കിയിട്ട് ദിസ് ട്രിപ്പ് ഈസ് നോട്ട് ഫീസിബിൾ കറണ്ട് ചാർജ് കാണിക്കും. ഇത് അതല്ല, നമുക്കൊരു ഗ്രിഡുള്ള ഏരിയയിലോട്ട് പോകണമുണ്ട്. ഇപ്പൊ ഓക്കെ ഇച്ചിരി ഒരു വേറെ കൊല്ലത്തോട്ട് ഇപ്പൊ കൊല്ലം കൊടുക്കും, കരുനാഗപ്പള്ളി ഒക്കെ അവിടെ ഓക്കെ ഗ്രിഡിൽ കയറുന്നില്ല. വേറൊരു വഴി കായംകുളം കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇനഫ് ചാർജ് ഉണ്ട്. പിന്നെ അടുത്ത സ്റ്റോപ്പ് ഞാൻ ഇവിടെ തിരിച്ച് ഹോം കൊടുക്കുവാണെങ്കിൽ അപ്പോൾ അതും തിരിച്ചെത്താനുള്ള ചാർജ് ഉണ്ട്. അപ്പോൾ അതായത് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നമ്മളിപ്പം ആലപ്പുഴ പോകാനുള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ വീണ്ടും നമുക്ക് അവിടെ നിന്ന് ചാർജ് ചെയ്യണമെന്നുള്ളത്, ഇവിടെ നിന്ന് ചാർജ് ചെയ്യണമെന്നുള്ളത് കാണിക്കും. അവിടെ കയറി ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ പോകണമെന്നുള്ളത് അത്രയും സ്മാർട്ടായി സംഭവം. അത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ്. പിന്നെ ഇതുള്ളത് തന്നെ കാര്യം ഇതിൽ തന്നെ നമുക്ക് ഏകദേശം ലൊക്കേഷൻസ് എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഗ്രിഡ് നോക്കി പ്ലാൻ ചെയ്ത് വേണമെങ്കിൽ പോവാം. ഇപ്പോൾ ഗ്രിഡ് ഉണ്ട്, ഗ്രിഡ് അവൈലബിൾ ആണോ എന്ന് അറിയാൻ പറ്റും. ചാർജിങ് നടക്കുവാണ് ഇതിവിടെ ഇപ്പം നമുക്ക് അത് കാണിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഇങ്ങനെ എല്ലാ സ്റ്റേഷനും അറിയാം. ഇത് കമ്പനി ചാർജർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ കാണിക്കും, ഏതർ തന്നെ. വേറെ തേർഡ് പാർട്ടി പോലെ വെളിയിലുള്ള ആപ്പൊന്നും വേണ്ട. ഇതിപ്പോ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് നമുക്ക്? 110 കാണിക്കുന്നത്. 92-93 വരെ പോയിട്ടുണ്ട് ഞാൻ. അപ്പൊ എത്ര ശതമാനം ബാക്കി ഉണ്ടായിരുന്നു? ഒരു ഏകദേശം 10-12 കാണുമായിരിക്കാം. 12% ബാക്കിയുള്ള റിസ്ക് ആയിരുന്നു. ഈ ഒരു വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ഏതർ ഗ്രിഡിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അടുത്തുള്ള ഏതർ ഗ്രിഡിന്റെ ചാർജ് സ്റ്റേഷനിൽ പോയി വണ്ടി ഓഫ് ചെയ്ത് ഗണ്ണ് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം തന്നെ വണ്ടിയിലേക്ക് ചാർജ് കയറുന്നതായിരിക്കും. വേറെ നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ത്രൂ സ്റ്റാർട്ടിങ്ങോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗണ്ണ് കണക്ട് ചെയ്താൽ മാത്രം മതി. കീ ഓഫ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇത് കൂടാതെ നമുക്ക് ബോൾട്ടർത്തിന്റെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോൾട്ടർത്തിന്റെ ബ്ലേസ് DC ത്രൂ ചാർജ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തേക്ക് ഫണ്ടൊക്കെ ഇട്ടതിന് ശേഷം ആപ്ലിക്കേഷനിൽ വന്ന് ഗണ്ണ് കണക്ട് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ത്രൂ സ്റ്റാർട്ട് ചാർജിങ് കൊടുത്താൽ മാത്രമായിരിക്കും വണ്ടിയിലേക്ക് ചാർജ് കയറുന്നത്. കുറെ ആൾക്കാർ ഇപ്പൊ ട്രസ്റ്റ് ചെയ്തെടുക്കുന്നത് ഏതർ തന്നെ. മീൻസ് ക്വാളിറ്റി ഭയങ്കര കിട്ടില്ല, പ്രൈസ് കൂടുതലല്ല. കാര്യം ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്നുള്ളത് ഫീച്ചറാണ്. പക്ഷേ ഈ പറഞ്ഞ ഇത്രയും വില എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഇവർ കുറച്ചുകൂടെ വില കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരിത് ഫാസ്റ്റ് ചാർജിങ് അറിയണമെങ്കിൽ ശരിക്കും ഇതിൻ്റെ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ഇത് കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാം. ഓൾമോസ്റ്റ് കേരളത്തിൽ തന്നെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുണ്ട്. അവിടെ തന്നെ കായംകുളം ഏരിയ തന്നെ 3 ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരുടെയും സാധനമുണ്ട്. നമ്മളിവിടെ പോയാലും കേറ്റുമാർ കോട്ടയത്ത് കണ്ടില്ല, ഇത്രേ ഏരിയ കിടക്കുക. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എവിടെയും ചാർജ് ചെയ്യാൻ സമയം എടുക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ പ്രശ്നം. അതെ അതെ, അതായത് നോർമൽ വണ്ടിയാണ് നമുക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ല, ഇത്രയും ചാർജസ് കിടക്കുക. എല്ലാം ഇവിടെ പോയാലും ചാർജർ ഉണ്ട്. ഇതിപ്പോൾ ഏതൊരു ഗ്രിഡല്ല കാണിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ കാണുന്ന ബോൾട്ടർത്തിന്റെ പോലത്തെ ചാർജർ വേണമെങ്കിലും ചാർജ് ഇതിലില്ല. ബോൾട്ടർ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഏതൊരു മാത്രമാണ് ഇത്ര അഡ്വാൻറ്റേജ്. ഈ നെറ്റ്വർക്ക് ഹീറോ വീഡിയോയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഹീറോ വീടേക്ക് ഇതിലും ചാർജ് ചെയ്യാം. അപ്പൊ ഹീറോ വീട് ആണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഏത് ചാർജ് സ്റ്റേഷനിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റും. തിരിച്ചും ചെയ്യാം, ഹീറോ വീടയുടെ ചാർജർ ഇതും ചെയ്യാം. അപ്പൊ ഇത് കൂടാതെ നമുക്ക് വീടയുടെ ചാർജർ എടുത്തിട്ട് അതിനകത്തൊന്നും അത് ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ ഹീറോ വീടേയും ചിലതിൽ ഇതിനകത്ത് വരും. ഇപ്പം നമ്മൾ ചില ചാർജർ എടുക്കുമ്പോൾ ഇതിന് കാണിക്കും, ഏത് ഗ്രിഡ് കാണിക്കും. ചിലപ്പം ഇത് ഏത് ഗ്രിഡാണ്. ഇപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഹീറോ വീടാണ് ഹീറോയുടെ ഗ്രിഡായിട്ട് കാണിക്കും. ഓക്കെ.
ഇതിപ്പോൾ ഏതർ ഗ്രിഡാണ്. പക്ഷെ അത് വളരെ കുറവാണ്. എറണാകുളം സൈഡിലൊക്കെ കോട്ടയം ഇത് ഹീറോയുടെയാണ്. കണ്ടില്ല, ഇതൊരു കൊച്ചിയിലുള്ള ഒരു ട്രാക്ക് ഇതുണ്ട്. ഇവിടുന്ന് 85 കിലോമീറ്റർ ഉള്ളത് ഹീറോയുടെയാണ്. അതും ഇതിനകത്ത് തന്നെ ഇവർ തമ്മിൽ ഷെയറിങ്. അതായത് ഈ ഗണ്ണ് സ്റ്റാൻഡേർഡ് ആണ്. ടൈപ്പ് 7 ഗൺ, അത് LECCS അങ്ങനെ എന്തോ. സീറ്റും കൂടെ കുറച്ച് വലുതായിരുന്നെങ്കിൽ പിന്നെ അവരത് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അപ്പൊ കുറച്ചുകൂടെ കംഫോർട്ട് ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ. ഇതെന്തോ സ്വിച്ച്? ക്രൂയിസ് കൺട്രോൾ ആണോ? അല്ലല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് റിവേഴ്സ് ആണ് സംഭവം. അത് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു ടോപ്പ്, ഇതിന് മേളിൽ വണ്ടിയുണ്ട് അപ്പെക്സ് എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഈ ക്രൂസ് കൺട്രോൾ വന്നത്. ഇതിന് മേളിൽ ഒരു വണ്ടി ഉണ്ട്, ഏറ്റവും ടോപ്പിന്റെ. അന്ന് ഇതില്ലായിരുന്നു, അന്നത്തെ ടോപ്പിന്റെ ഇതായിരുന്നു. അപ്പൊ ഏതറിന്റെ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്കിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഏതർ 450Xനെ പറ്റിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.